Good morning, dear students. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിനെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡും പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് മെത്തേഡും ആയിരുന്നു കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ ഒരു പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്നുള്ള ആ ഒരു എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അത് രണ്ട് രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കാം. ഫ്രം ദി ഫോളോയിങ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാൽക്കുലേറ്റ് ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻ. ഈ താഴെ തന്നിരിക്കുന്ന വിവരങ്ങൾ വെച്ചിട്ട് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അതിൽ സാലറീസ് എന്ന് പറയുന്നത് 12,000 തന്നിട്ടുണ്ട്. അതുപോലെ റെൻറ്റ് 5,500, പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി 3,200, ഡിപ്രീസിയേഷൻ 11,500, ഗുഡ് വിൽ റിട്ടേൺ ഓഫ് 6,000, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ 10,000, ലോസ് ഓൺ സെയിൽ ഓഫ് ലാൻഡ് 3,400, പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് 9,000, നെറ്റ് പ്രോഫിറ്റ് ടേക്കൺ ടു ബാലൻസ് ഷീറ്റ് 44,400. ഇത്രയാണ് ഈ ഒരു സൈഡിൽ തന്നിട്ടുള്ളത്, ഡെബിറ്റ് സൈഡിൽ തന്നിട്ടുള്ളത്. ഇനി ക്രെഡിറ്റ് സൈഡിൽ ഗ്രോസ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട് 94,000, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ തന്നിട്ടുണ്ട് 7,250, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് 3,750. ഇത്രയും എമൗണ്ട് തന്ന് ടോട്ടൽ 1,05,000. അപ്പോൾ ഇതിൽ തന്നിട്ടുള്ളതെന്ന് വെച്ചാൽ എക്സ്പെൻസസുകൾ തന്നിട്ടുണ്ട്, അതേപോലെ നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് എന്തൊക്കെ വന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ഒക്കെ തന്നിട്ടുണ്ട്. ഇനി ഈ ഒരു എമൗണ്ടുകൾ വെച്ച് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു കാൽക്കുലേഷൻ ഓഫ് ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻ എന്നുള്ള കാൽക്കുലേഷൻ ചെയ്യാം. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം, സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡിലൂടെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് മെത്തേഡിലൂടെയും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡിലൂടെയാണ്. സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അത് ചെയ്യാൻ വേണ്ടിയിട്ട് 3 കോളാണ് നമുക്ക് വേണ്ടത്. ഒന്ന് പിന്നെ പെർട്ടിക്കുലേഴ്സ് കോളം, അതുപോലെ 2 എമൗണ്ട് കോളം വേണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ്. ക്വസ്റ്റ്യനിൽ നമ്മൾ നെറ്റ് പ്രോഫിറ്റാണ് ഫസ്റ്റ് എഴുതേണ്ടത് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യനിൽ നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, ഇത് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ നെറ്റ് പ്രോഫിറ്റ് എമൗണ്ട് തന്നിട്ടുണ്ട്, ഇതാണ് ഇവിടെ ലാസ്റ്റ് 44,400 തന്നിട്ടുണ്ട്. അത് നമ്മൾ ഫസ്റ്റ് എടുത്ത് എഴുതണം. അത് ഈ ഒരു ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്, 44,400 എഴുതേണ്ടത്. ഇനി അതിൻ്റെ കൂടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആഡ് നോൺ ഫണ്ട് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഡെബിറ്റ്സ്. നോൺ ഫണ്ടും നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസുകളാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് നോക്കാം. അപ്പോൾ ഈ ഒരു നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസുകൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ എന്തുണ്ട്, നോൺ ഓപ്പറേറ്റിംഗ് ഫസ്റ്റ് ഓപ്പറേഷൻ വേണ്ടാത്തതാണ് ഡിപ്രീസിയേഷൻ, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. പിന്നെ ഗുഡ് വിൽ റിട്ടേൺ ഓഫ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. പിന്നെ വരുന്നത് എന്താണ്, ലോസ് ഓൺ സെയിൽ ഓഫ് ലാൻഡ്. നമുക്ക് സെയിലിൽ നിന്ന് തന്നിട്ടുള്ള ലാൻഡിൽ നിന്ന് വരുന്ന ലോസ്, അതും നോൺ ഓപ്പറേറ്റിംഗ് ആണ്. അതുപോലെ തന്നെ പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ആണ്. അതേപോലെ തന്നെ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിൽ വരുന്നതാണ്. അപ്പോൾ ഈ 3 ഐറ്റംസ് നമ്മൾ എന്തിൻ്റെ കൂടെ ആഡ് ചെയ്യണം, നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ നോൺ ഫണ്ട് അല്ലെങ്കിൽ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസുകളായിട്ടുള്ള ഡിപ്രീസിയേഷൻ ഫസ്റ്റ് 11,500. പിന്നെ വരുന്നതാണ് ഗുഡ് വിൽ റിട്ടേൺ ഓഫ് 6,000. എന്തുകൊണ്ടാണ് ഓപ്പറേറ്റിങ്ങും നോൺ ഓപ്പറേറ്റിംഗ് എന്നുള്ള വ്യത്യാസം അറിയാലോ. ഓപ്പറേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ഓപ്പറേഷന് വേണ്ടി വരുന്ന എക്സ്പെൻസസുകളാണ്. ഇതൊക്കെ ഓപ്പറേഷൻ വേണ്ടാത്ത എക്സ്പെൻസസുകളാണ് എന്ത്, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിപ്രീസിയേഷൻ എഴുതി, പിന്നെ ഗുഡ് വിൽ റിട്ടേൺ ഓഫ് 6,000 എഴുതി. നെക്സ്റ്റ് ലോസ് ഓൺ സെയിൽ ഓഫ് ലാൻഡാണ്. നമുക്ക് ഒരു ലാൻഡ് നമ്മൾ സെയിൽ ചെയ്തു, പക്ഷെ അതിന് നഷ്ടമാണ് നമുക്ക് ലഭിച്ചത്, അതും എന്തിലെഴുതും, എക്സ്പെൻസസ് ആയിട്ട് വരും. പിന്നെ പ്രൊവിഷൻ ഫോർ ടാക്സ് 10,000, ലാസ്റ്റ് 1 പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് 9,000. ഈ 3 എമൗണ്ട് എഴുതിയിട്ട് അത് ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. അത് ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ 39,900 ആണ് എമൗണ്ട് കിട്ടുന്നത്. ഇത് 39,900 ആഡ് ചെയ്യുമ്പോൾ എമൗണ്ട് കിട്ടും. ഇനി ഈ ഒരു നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ഈ ഒരു എമൗണ്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 84,300 എമൗണ്ട് കിട്ടും. ഇനി അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, ലെസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസുകൾ എന്ത് ചെയ്യണം, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ആണ് ലെസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് എന്ന് നോക്കാം.
നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ആയിട്ടുള്ളത് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ ഉണ്ട്, അതേപോലെ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട്. 2 എമൗണ്ട് ഉള്ളൂ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസിൽ വരുന്നത്. ഇനി ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഈ ഒരു എമൗണ്ട് ഇതിൽ നിന്ന് ലെസ് ചെയ്യണം. 7,250 അതേപോലെ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് 3,750 ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, ലെസ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് രണ്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 11,000 കിട്ടും. ഇനി ഇതിന്ന് ഇത് ലെസ് ചെയ്യുമ്പോൾ 73,300 കിട്ടും. ഈ ഒരു എമൗണ്ട് ആണ് നമുക്ക് വരുന്ന ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്നുള്ള ഓപ്പറേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൽ ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് ഇതാ ക്വസ്റ്റ്യനിൽ ആൻസറിൻ്റെ അടിയിൽ തന്നിട്ടുണ്ട്. ഫിഗർ ഓഫ് 73,300 ക്യാൻ ബി ഒബ്റ്റെയിൻ ബൈ പ്രിപ്പയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അഡ്ജസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ഈ ഒരു എമൗണ്ട് തന്നെയാണ് എന്ത് നമുക്ക് കിട്ടേണ്ടത്. ഇനി എങ്ങനെയാണ് അഡ്ജസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതൊരു മെത്തേഡാണ്. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് അഡ്ജസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അഡ്ജസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ 4 കോളമായിട്ടാണ് നമുക്ക് കൊടുക്കേണ്ടത് അഡ്ജസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇതൊരു ലെഡ്ജർ പോലെ നമുക്ക് ഡെബിറ്റ് സൈഡ് അതുപോലെ ക്രെഡിറ്റ് സൈഡ് ഉണ്ടായിരിക്കും. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെ എഴുതണം, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസുകളാണ് ഡെബിറ്റ് സൈഡിൽ എഴുതേണ്ടത്. അത് ഡിപ്രീസിയേഷൻ വരുന്നുണ്ട്, ഗുഡ് വിൽ റിട്ടേൺ ഓഫ്, അതേപോലെ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ലാൻഡ് വരുന്നുണ്ട്, പ്രൊവിഷൻ ഫോർ ടാക്സ് വരുന്നുണ്ട്, പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റ് വരുന്നുണ്ട്, അതേപോലെ ലാസ്റ്റ് നമ്മൾ എന്ത് എഴുതണം, നെറ്റ് പ്രോഫിറ്റ് എഴുതണം. അപ്പോൾ ഇത്രയും എമൗണ്ട് ആഡ് ചെയ്യണം. അതേപോലെ ഈ സൈഡിൽ എഴുതേണ്ടത് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചറും ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റും ആണ്. 2 നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് വരുന്നത്, അത് 2 ഇവിടെ എഴുതണം. ഇനി ഈ ഒരു എമൗണ്ട് ഇത് ടോട്ടൽ ചെയ്ത ഈ ഒരു എമൗണ്ടിൽ നിന്ന് നമ്മൾ ഈ ഒരു എമൗണ്ട് ആഡ് ചെയ്ത് നമ്മൾ ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും എമൗണ്ട് ആഡ് ചെയ്തതിന് ശേഷം ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻ നമുക്ക് ഇതിന്ന് ഈ ഒരു ഇൻകം ലെസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻ ഇത് തന്നെയാണ് നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ. നേരത്തെ ക്വസ്റ്റ്യനിലും എന്തുതന്നെയാണ് കിട്ടിയത്, ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻ 73,300 ആണ് എമൗണ്ട് കിട്ടിയത്. അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ക്വസ്റ്റ്യൻസ് തരുമ്പോൾ 2 മെത്തേഡിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക.